എന്താണ് ട്രംപിന്റെ സ്മാർട്ട് ഫോൺ പദ്ധതി? ആപ്പിളും സാംസങ്ങും ഷവോമിയും എല്ലാം ഭരിക്കുന്ന സ്മാർട്ട് ഫോൺ ലോകത്ത് ട്രംപ് മൊബൈൽ എന്തെങ്കിലും ചലനമുണ്ടാക്കുമോ? റിയൽ എസ്റ്റേറ്റും റീറ്റെയിലും ഹോസ്പിറ്റാലിറ്റിയും കഴിഞ്ഞ് ടെലികോം രംഗത്തേക്കും ട്രംപ് കാലെടുത്ത് വെക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? തീരുവ യുദ്ധത്തിന്റെ കോലാഹലങ്ങൾക്കിടെയാണ് ട്രംപ് ഓർഗനൈസേഷൻ കൗതുകമുണർത്തുന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ എറിക് ട്രംപും ഡൊണാൾഡ് ട്രംപ് ജൂനിയറും ചേർന്ന് ട്രംപ് മൊബൈൽ എന്ന പേരിൽ കമ്പനി സ്മാർട്ട് ഫോൺ നിർമ്മിക്കാൻ പോകുകയാണെന്നായിരുന്നു പ്രഖ്യാപനം. വെറും ഫോണല്ല, മെയ്ഡ് ഇൻ USA ഗോൾഡൻ ഫോൺ. എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ ആദ്യ അമേരിക്കൻ നിർമ്മിത സ്മാർട്ട് ഫോൺ. $499, അതായത് ഏകദേശം 42,000 ഇന്ത്യൻ രൂപ വിലയുള്ള T1 എന്ന സ്മാർട്ട് ഫോൺ. മറ്റൊന്ന് $47.45 പ്രതിമാസ വരിസംഖ്യയുള്ള മൊബൈൽ സേവനവുമാണ് ആദ്യം നടപ്പിലാക്കുക. കിടിലൻ ക്യാമറ ഫീച്ചറും അവകാശപ്പെടുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 2 മെഗാ പിക്സൽ ഡെപ്ത്, മാക്രോ ലെൻസുകൾ, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, ഇതൊക്കെയാണ് അവകാശവാദങ്ങൾ. അണ്ടർ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് സെൻസറും AI ഫേസ് അൺലോക്ക് സെക്യൂരിറ്റിയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, ആഗോള വിപണിയിലുള്ള മൊബൈൽ ഫോണുകളുടെ 60 മുതൽ 70% നിർമ്മിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ലോകത്തെ 80% സ്മാർട്ട് ഫോൺ സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്നതും ചൈനയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയിരിക്കെ പുറത്തുനിന്ന് ഒരു തരി സാധനം പോലും അസംബിൾ ചെയ്യാതെ 100% അമേരിക്കയിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും T1 എന്നാണ് കമ്പനിയുടെ അവകാശവാദം. Today we're here to introduce Trump Mobile. We've partnered with some of the greatest people in the industry to make sure that real Americans can get true value from their mobile carriers. A big part of what we've done right now in the world has been focused on technology for people who've been underserved, whether that's been in crypto. പൂർണ്ണമായും സ്വർണ്ണ നിറത്തിലുള്ള ഡിസൈനും ഫോണിൽ മുദ്രണം ചെയ്ത US പതാകയും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ വാചകവുമാണ് കൗതുകമുണർത്തുന്ന മറ്റ് കാര്യങ്ങൾ. ഇന്ത്യയിലും ചൈനയിലുമൊക്കെ ഫോൺ നിർമ്മിക്കുന്നത് നിർത്തി പ്രൊഡക്ഷൻ അമേരിക്കയിലേക്ക് മാറ്റണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. പക്ഷേ ട്രംപിന് തെറ്റി. ഈ കമ്പനികൾക്ക് എല്ലാ പിന്തുണയും സഹായങ്ങളും നൽകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനി അവർ അമേരിക്കയിലേക്ക് ഉൽപ്പാദനം മാറ്റണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. ഇല്ലെങ്കിൽ 25% തീരുവ ചുമത്തുമെന്ന ഭീഷണിയും മുഴക്കി. എന്നാൽ നേരിട്ടും അല്ലാതെയും US പ്രസിഡന്റ് പലതവണ ഭീഷണി മുഴക്കിയിട്ടും ആപ്പിൾ തലവൻ ടിം കുക്ക് കുലുങ്ങിയില്ല. തീരുവ യുദ്ധത്തിൽ നഷ്ടം നേരിട്ടിട്ടും ചൈനയിലും ഇന്ത്യയിലുമുള്ള പ്രൊഡക്ഷൻ കമ്പനി തുടർന്നു. എന്തു പറഞ്ഞാലും ഒരടി പിന്നോട്ടില്ലെന്ന് ടിം കുക്ക് വ്യക്തമാക്കി. ഇതോടെ ഭീഷണി തുടർന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് അടുത്ത ചുവട് വച്ചു, ട്രംപ് മൊബൈൽ. ഇതോടെ ഭീഷണി ഉയർത്തിയിട്ടും പത്തിമടക്കാത്തവർ താനെ തന്റെ വഴിക്ക് വരുമെന്നാണ് ട്രംപ് കരുതുന്നത്. നിലവിൽ US-ൽ ഒരു സ്മാർട്ട് ഫോൺ നിർമ്മിക്കാൻ ആവശ്യമായ ഹൈടെക് സപ്ലൈ ചെയിൻ ഇല്ല എന്നതാണ് ഇതിലെ രസകരമായ കാര്യം. ചൈനീസ് ഫോണിന്റെ മറ്റൊരു പതിപ്പാകും T1 എന്നും പരക്കെ സംസാരമുണ്ട്. എന്നിരുന്നാലും ട്രംപിന്റെ പുതിയ സംരംഭത്തിന് ടെലികോം രംഗത്ത് എത്രത്തോളം മുന്നേറാനാകുമെന്നും ഐഫോണിനെ വെല്ലുമോ ട്രംപിന്റെ T1 എന്നുമൊക്കെ കാത്തിരുന്നു കാണാം. ട്രംപിന്റെ പുതിയ സംരംഭത്തിന് ടെലികോം രംഗത്ത് എത്രത്തോളം മുന്നേറാനാകുമെന്നും ഐഫോണിനെ വെല്ലുമോ ട്രംപിന്റെ T1 എന്നുമൊക്കെ ബാക്കിയാകുന്ന ആകാംക്ഷയാണ്.